ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. 2-3 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, എന്നാൽ പിന്നെ ഇന്നൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ഇടാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് നമുക്ക് കിട്ടിയ മീനെന്ന് പറയുന്നത് തേടി മീനാണ്. പിന്നെ ചാള കിട്ടിയിട്ടുണ്ട്. അപ്പം ചക്കയും ഉണ്ട്. അപ്പോൾ ഒരു ചക്ക എറിശ്ശേരിയും തേടി മീൻ്റെ കറിയും ഒക്കെ കാണിക്കാമല്ലോ എന്ന് കരുതി. അപ്പം നമുക്ക് ആദ്യമേ നോക്കിയാൽ തേടൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കറി വയ്ക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, മുളകിട്ട കറിയാണ് വെക്കുന്നത്. മീൻ ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അത് നമ്മൾ ഉലുവയിട്ട് പൊട്ടിച്ചു. ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അത് ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ ഉലുവ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. ഉലുവ പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് നന്നായി വഴന്ന് കിട്ടട്ടെ. ചതച്ച് ചേർത്താലും മതി, അല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഞാൻ ചതച്ച് ചേർത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. തേട് മീനായതുകൊണ്ട് ഇത്തിരി കൂടുതൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായി മൂപ്പിച്ചെടുക്കാം. ചെറുതീയിലിട്ട് വേണം പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇവിടെ എല്ലാവരും തേടുമീൻ കഴിക്കില്ല. ഞാനും എൻ്റെ മോനും മാത്രമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തേടേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് കറിയേ നമ്മൾ വെക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇത്തിരി ചാള മീനോടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതും മുളകിട്ട് തന്നെയാണ് വെക്കുന്നത്. അപ്പം തേടി ഞാൻ കുറച്ച് കറിയേ വെക്കുന്നുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറിയപ്പോൾ അതിലേക്ക് പിന്നെ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ വടക്കമ്പുളി നേരത്തെ തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഒരു മീനേ ഉള്ളതുകൊണ്ട് കുറച്ച് കറിയാണ് വെക്കുന്നുള്ളത്. അല്ല, മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ചെറുതീയിൽ നമുക്കത് വേവിച്ചെടുക്കാം. തേടി മീനൊക്കെ ആയതുകൊണ്ട് ഇത്തിരി എരിവൊക്കെ വേണം, അതുകൊണ്ടാണ് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തത്. ഇനി കറി വറ്റുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ കറിവേപ്പില ചേർക്കുന്നില്ല. ഒന്ന് തിളച്ച് കുറുകിയിട്ട് നമുക്ക് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ വറ്റി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മുടെ സൂപ്പർ തേട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് തേട് മീൻ ഇഷ്ടമല്ല. അപ്പം കണ്ടപ്പം എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിയെന്ന് മാത്രം. ഹസ്ബൻഡിന് കഴിക്കാൻ വേണ്ടി ഞാൻ ചാള വാങ്ങിയിട്ടുണ്ട്. അപ്പം തേട് കറിയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ തേട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തേടെന്നാണ് പറയുന്നത്. ഈ മീൻ വേറെ വല്ല പേരുണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. പിന്നെ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് എറിശ്ശേരി വെക്കാമെന്ന് കരുതി. ചക്കയൊക്കെ പൊളിച്ച് വൃത്തിയാക്കി ഞാൻ അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചക്കക്കുരുവും ചേർക്കുന്നുണ്ട്. കൂടുതൽ ചക്കക്കുരു ചേർക്കുന്നുണ്ട്. എറിശ്ശേരി ആയതുകൊണ്ടാണ് ഇത്രയും ചക്കക്കുരു ചേർക്കുന്നത്. ഇല്ലെങ്കിൽ ഇത്രയും ചക്കക്കുരുവിൻ്റെ ആവശ്യമില്ല. എറിശ്ശേരിക്കൊക്കെ ഇത്തിരി ചക്കക്കുരു ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് ഞാൻ വേവിക്കാൻ വെച്ചത്. മഞ്ഞൾപ്പൊടി ഇടുന്ന വീഡിയോ സ്കിപ്പായിപ്പോയി. ചക്കയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരപ്പ് അരച്ചൊഴിക്കുന്നുണ്ട്. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഇത്തിരി കുരുമുളക്, പച്ചക്കുരുമുളകാണ് ഞാൻ അരച്ചത്. എല്ലാം കൂടെ ചേർത്ത് നന്നായി അരച്ച്, വെളുത്തുള്ളിയൊക്കെ ഇത്തിരി കൂടുതൽ അരച്ചിട്ടുണ്ട്, ജീരകവും അരച്ചിട്ടുണ്ട്. നന്നായി അരച്ച് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അരച്ചാണ് ചേർത്തിരിക്കുന്നത്. എറിശ്ശേരി ആയതുകൊണ്ട് ഇത്തിരി ലൂസായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കാരണം തണുക്കുമ്പോൾ ഇത് കട്ടിയാകും. അതുകൊണ്ട് ഇത്തിരി കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ട് എറിശ്ശേരിക്ക്. അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ചെറുതീയിൽ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ട് വറവിട്ട് കൊടുക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എറിശ്ശേരിക്ക് നമ്മുടെ വറവാണ് പ്രത്യേകത. നല്ല വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് ചെറിയ ഉള്ളിയും പിന്നെ വറ്റൽ മുളകും കറിവേപ്പിലയൊക്കെ മൂപ്പിച്ച് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എറിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇപ്പം കൂട്ടി യോജിപ്പിക്കേണ്ട. ഇത്തിരി നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്താൽ മതി. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വിളമ്പാം. നമ്മൾ വിളമ്പാൻ എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കട്ടിയായിട്ടിരിക്കും. ഇത്തിരി ലൂസായിട്ട് ഇപ്പോൾ എടുക്കണം, എന്നാൽ മാത്രമേ കഴിക്കാൻ നേരത്തെ നല്ല പരുവത്തിൽ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ ചക്ക എറിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിത്തിരി പാവയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. എണ്ണയിലേക്ക് പാവയ്ക്കായും സവാളയും തേങ്ങാക്കൊത്തും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചെറുതീയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. വെള്ളമയം ഒന്നും ഇല്ലാതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റിയായി നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടിയും റെഡിയാണ്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഹസ്ബൻഡിന് തേടുമീൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇച്ചിരി ചാള മുളകിട്ട് വെക്കുന്നുണ്ട് ഹസ്ബൻഡിന് കഴിക്കാൻ വേണ്ടി. അപ്പം ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഉലുവ ഇട്ട് പൊട്ടിച്ച് പിന്നെ ഇത്തിരി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
വെളിച്ചെണ്ണ അല്ല കേട്ടോ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി ഇട്ടിട്ടുണ്ട്, ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് മീനുകളൊക്കെ ഇട്ട് കൊടുക്കാം. മീനൊക്കെ ഒന്ന് പെറുക്കി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. ഇവിടെ ഒരു എരിവ് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, എരിവുള്ള മുളക് പൊടിയൊന്നുമല്ല, എരിവില്ലാത്ത മുളക് പൊടിയൊക്കെ തന്നെയാണ്. എന്നാലും ഒരു തക്കാളി ഇട്ടാലേ ഒരു സമാധാനമുള്ളൂ. അതുകൊണ്ടാണ് ഒരു തക്കാളി ഇട്ട് കൊടുത്തത്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ചാള വെട്ടി വൃത്തിയാക്കി വെച്ചിരുന്നത് അതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിയേ അതും വയ്ക്കുന്നുള്ളൂ. തേട് കറി ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ പിന്നെ ചാളക്കറി ഒരുപാട് വേണ്ട, അതുകൊണ്ട് കുറച്ച് ചാളക്കറിയേ വെക്കുന്നുള്ളൂ. കറിയൊക്കെ ദാണ്ട കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് അപ്പം നമ്മുടെ ചാളക്കറി ഇവിടെ റെഡിയാണ്. പിന്നെ 3-4 ചാള എടുത്തിട്ടുണ്ട്, അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി. വേണ്ട, അത് തിരിച്ച് മറിച്ചൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അറിയാമല്ലോ, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ പുരട്ടി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. ചക്ക എറിശ്ശേരി, തേട് മീൻ്റെ കറി, പിന്നെ ചാളക്കറി, പാവയ്ക്ക മെഴുക്ക് പുരട്ടി, വറുത്തത്. അപ്പം നമുക്കിന്നത് പാത്രത്തിലേക്കൊന്ന് വിളമ്പിയാലോ. വേണ്ട, പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. പിന്നെ ഇനി നമുക്ക് നമ്മുടെ ചക്ക എറിശ്ശേരി, ഇന്നത്തെ പ്രധാന വിഭവം ചക്ക എറിശ്ശേരിയാണ്. ആ ഒരു എറിശ്ശേരി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി. നമ്മളുടെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എറിശ്ശേരിക്ക്. അപ്പം ചക്കയൊക്കെ കിട്ടിയത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്കയ്ക്ക്. കണ്ട, ഇത്തിരി വെള്ളത്തിലാണ് ഞാൻ വെച്ചത്. കണ്ട, കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് പാത്രത്തിലേക്ക് വിളമ്പുമ്പോൾ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയായി, നല്ല വിളഞ്ഞ ചക്കയായിരുന്നു കിട്ടിയത്. ചക്കയൊക്കെ വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ചക്ക അതിൽ ആദ്യമേ വീണത് വിളഞ്ഞ് കിട്ടിയതാണ് ഞങ്ങൾക്ക്. ഇനി ഞങ്ങളുടെ വീട്ടിൽ ചക്ക സീസണായ പിന്നെ ഇഷ്ടം പോലെ ചക്കയായിരിക്കും. അപ്പം അതുകൊണ്ട് അതിലേക്ക് ഞാൻ മീൻകറി വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു കഷ്ണവും ഇത്തിരി കറിയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അറിയാമല്ലോ, നമ്മൾ ചാളക്കറി വെച്ചിട്ടുണ്ട്. അത് വറ്റിച്ചാണ് വെച്ചത്, ചാറൊന്നും ഇല്ലാതാണ് വെച്ചത്. ഗ്രേവി ഇല്ലാതെ വെച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചാള അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചാളമീൻ പൊരിച്ചത്, 2-3 കഷ്ണം ചാളമീൻ പൊരിച്ചതും ഇത്തിരി സവാള അരിഞ്ഞതും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം വീണ്ടും